എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. ജാതിയും മതവും നോക്കാതെ വിവാഹം കഴിക്കാനാണോ ജൈനതക ശാസ്ത്രം നമ്മളോട് പറയുന്നത്? നമുക്കൊന്ന് ആ വഴി പോയി നോക്കാം, പരിശോധിക്കാം. ആധുനിക മനുഷ്യൻ എന്ന ഹോമോ സാപ്പിയൻസ് ആഫ്രിക്കയിൽ നിന്നും പുറത്തു കടന്നത് 60,000-നും 70,000-നും ഇടയ്ക്കുള്ള വർഷങ്ങളിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അവർ ആഫ്രിക്കയിൽ നിന്ന് പോയത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ്, മൊത്തം പോവുകയായിരുന്നില്ല. മുഴുവൻ ആഫ്രിക്കക്കാരും ഒറ്റയടിക്ക് പുറത്ത് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് 1000 പേർ ആഫ്രിക്കയിലുണ്ടെന്ന് വയ്ക്കുക. അതിൽ നിന്നും 50 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ജിബൂട്ടിയിലെ കണ്ണീർ കവാടം കടന്ന് യമനിൽ എത്തി അങ്ങനെ പുറത്തേക്ക് പോയി എന്ന് കരുതുക. അതേസമയം അല്ല, മറ്റൊരു സമയത്ത് വേറൊരു ഗ്രൂപ്പ് 10-60 പേരുള്ള മറ്റൊരു ഗ്രൂപ്പ് ഇതുപോലെ ഈ കണ്ണീർ കവാടവും കടന്ന് യമനിലെത്തി മറ്റു ഭൂവിഭാഗങ്ങളിലേക്ക് പരന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് ഒരു മൈഗ്രേഷൻ വേവ് ആയിരുന്നു, പല പല തരംഗങ്ങളായിരുന്നു അത്. ആദ്യം പോയ 50 പേരിൽ 40 പേർക്ക് പൂച്ചക്കണ്ണുണ്ടായിരുന്നു എന്ന് കരുതുക. അപ്പോൾ പിന്നെ ആ 50 പേർ പെരുകുമ്പോൾ അവരിൽ 500 പേരായി എന്ന് വിചാരിക്കുക അവർ. അപ്പോൾ അവരിൽ തീർച്ചയായിട്ടും പൂച്ചക്കണ്ണുള്ളവർക്കായിരിക്കും ഭൂരിപക്ഷം. അപ്പോൾ നമ്മൾ പറയും അത് പൂച്ചക്കണ്ണുള്ള ഒരു 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 സമൂഹമാണ് അത് എന്ന് നമ്മൾ പറയും. ഈ ഗുണങ്ങളെയാണ്, ഇത്തരം ഗുണങ്ങൾ കിട്ടുന്നതിനെ നമ്മൾ ഫൗണ്ടർ ഇഫക്റ്റുകൾ എന്ന് പറയുക. അതായത് ഒരു ചെറിയ കൂട്ടം ആളുകളിൽ നിന്ന് ഒരു വലിയ സമൂഹം ഉണ്ടായി വരുമ്പോൾ സ്ഥാപകരായ ആളുകൾ കൊണ്ടുവന്ന ചില ഗുണങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ ആ സമൂഹത്തിൽ മൊത്തം പിന്നീട് തലമുറയായിട്ട് വ്യാപിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ പടരുന്നതിനെയാണ് നമ്മൾ പറയുക. ഈ ഗുണങ്ങളിൽ ചിലപ്പോൾ എന്താ പറയുക, നല്ല ഗുണങ്ങളുണ്ടാവും, ദോഷകരമായ ഗുണങ്ങളും ഉണ്ടാകും. ഇതുപോലെ ഫൗണ്ടർ ഇഫക്റ്റുള്ള ഒരുപാട് സമൂഹങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. കാരണം എന്താണ്? ജാതി. 2000 വർഷങ്ങളിലേറെയായി ഇവിടെ ഒരേ ജാതിയിൽ മാത്രമുള്ള ആളുകൾ അതിൻ്റെ അകത്ത് നിന്ന് തന്നെ കല്യാണം കഴിക്കുന്നു. നൂറ്റാണ്ടുകളോളം ഈ പണി ചെയ്ത് തമ്മിൽ വേർപിരിഞ്ഞ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് പല ജാതികൾ ഇവിടെ മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം എളുപ്പത്തിൽ മനസ്സിലാവാൻ പറയാം. അതായത് ഒരു വിത്ത് ഒരു സ്ഥലത്ത് തന്നെ കൂടുതലായി വിതച്ചാൽ ഏത് വിത്താണ് ഉണ്ടാവുക? അത് ആ സസ്യമായിരിക്കും, അതിൻ്റെ സസ്യമായിരിക്കും അവിടെ കൂടുതലായിട്ട് കാണപ്പെടുക. അതുപോലെ മ്യൂട്ടേഷൻ വന്ന ജീനുകൾ ഒരു സമൂഹത്തിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന സ്ഥിതിയായി ഈ ജാതിയിലുള്ള കല്യാണം കൊണ്ടും മാത്രം. ഇതിൽ ചില മ്യൂട്ടേഷനുകൾ ഭയങ്കരമായിട്ട് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ദീർഘകാലം ജാതിക്കുള്ളിൽ നിന്ന് വിവാഹം കഴിക്കുമ്പോൾ ദോഷകരമായ ജീനുകൾ ദമ്പതികളിലൂടെ അടുത്ത തലമുറയിലേക്ക് പോവുകയും രോഗമായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ദീർഘകാലം ജാതിക്കുള്ളിൽ മാത്രം വിവാഹം കഴിക്കുമ്പോൾ ചില ദോഷകരമായ ജീനുകൾ ഈ ദമ്പതികളിലൂടെ അടുത്ത തലമുറകളിലേക്ക് എത്തുകയും രോഗമായി പ്രകടമാകുകയും ചെയ്യും കുട്ടികളിൽ. ഇത്തരം ജീനുകളെയാണ് നമ്മൾ ജീൻ വേരിയൻസ് എന്നാണ് വിളിക്കുക. ഇതാണ് ഈ എന്താ പറയുക, ജാതിയുടെ സൂക്ഷ്മതലത്തിലുള്ള ഇഫക്റ്റ്. ജാതിക്കുള്ളിൽ മാത്രം വിവാഹം കഴിക്കുന്ന ആളുകൾ തന്നെ ഇവിടെ ജാതിയില്ല എന്ന് പറയുന്നത് ബയോളജിക്കലായി പോലും ശരിയല്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സാമൂഹികമായി പറയുന്ന ഒരു നുണ മാത്രമാണത്. അതിന് ജീവശാസ്ത്രത്തിൻ്റെ കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ല, ജീവശാസ്ത്രം അതിനെ പിന്തുണയ്ക്കുന്നില്ല. നമുക്ക് പരിശോധിക്കാനുള്ളത് ജാതി നോക്കി മാത്രം വിവാഹം കഴിച്ച് ജനറ്റിക് രോഗങ്ങൾ പിടികൂടിയ ജാതികളെ പറ്റിയാണ്. അതാണ് നമ്മൾ ഉദാഹരണങ്ങൾ സഹിതം പറയാൻ പോകുന്നത്. വൈശ്യ ബനിയ പോലുള്ള സമൂഹങ്ങളിലെ ചില സബ് ഗ്രൂപ്പുകളെ എടുത്ത് പരിശോധിക്കാം. വളരെ പഴയ എൻഡോഗമസ് ഗ്രൂപ്പ് ആണവർ. സ്വഗോത്ര കല്യാണത്തിലൂടെ ആണ് അവർ ഈ ഫൗണ്ടർ ഇഫക്റ്റ് ഇതുവരെയും നിലനിർത്തിയിട്ടുള്ളത്, സംരക്ഷിച്ചിട്ടുള്ളത്. അതുമൂലം അവർ പിടികൂടിയ രോഗമാണ് BCH. രക്തത്തിൽ BCH എന്ന എൻസൈമിൻ്റെ അളവ് കുറയുകയോ അതിൻ്റെ പ്രവർത്തനക്ഷമത ഇല്ലാതാവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ സംഭവം. ഇതിപ്പോൾ ഇങ്ങനെ കുറഞ്ഞതുകൊണ്ട് സാധാരണ ജീവിതത്തിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു എൻസൈമിൻ്റെ പ്രശ്നമുള്ള ഒരു വ്യക്തി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുമ്പോൾ നമ്മൾ അനസ്തേഷ്യ കൊടുക്കുമല്ലോ. ഈ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പ്രഭാവം മാറിയിട്ട് വേണമല്ലോ ശരിക്കുള്ള ഓർമ്മയിലേക്ക് തിരിച്ചെത്താൻ. പക്ഷേ ഈ ജീൻ വേരിയൻ്റുള്ള ആളുകളിൽ ഈ പ്രഭാവം മാറാൻ സമയമെടുക്കും. കാരണം സക്സിനൈൽ കോളിൻ പോലുള്ള മരുന്നുകൾ വിഘടിപ്പിക്കാനുള്ള ശക്തി ഇവർക്കില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം.
അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഈ അനസ്തേഷ്യയൊക്കെ അറിയാതെ കൊടുത്തു പോയാൽ പിന്നെ ശ്വാസം എടുക്കാൻ തന്നെ പിന്നീട് പ്രയാസമായിട്ട് വരുന്നുണ്ട്. അതൊരു വലിയ ദോഷമാണ്. നമ്മളീ പറഞ്ഞ അഗർവാൾ സമൂഹം ഏകദേശം ഒരു 200-300 തലമുറകളിൽ മുമ്പാണ് രൂപം കൊള്ളുന്നത്. അപ്പോൾ അവർ അതായത് നമുക്കൊരു 3000-2000 വർഷങ്ങൾക്കിടയിൽ നിന്നുള്ള ഒരു ചെറിയ ജനവിഭാഗത്തിൽ നിന്നും ഉണ്ടായ ഒരു വലിയ ഒരു സമൂഹമാണ് ഈ അഗർവാൾ സമൂഹം. അങ്ങനെയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയും കാലം ജാതിക്കുള്ളിൽ നിന്ന് മാത്രം വിവാഹം കഴിച്ച് ഇവർക്ക് ജനിതക വൈവിധ്യം എന്ന് പറയുന്ന സംഭവമേ ഇല്ല. പകരം ഈ ജീൻ വേരിയൻസ് മ്യൂട്ടേഷൻ വന്ന് അത് ദൃഢപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇവർ തലാസീമിയ എന്ന രോഗത്തിൻ്റെ ആളുകളായി മാറി, വാഹകരായി മാറി. ഇത് ഈ അഗർവാൾമാർ മാത്രമല്ല ഈ രോഗത്തിൻ്റെ വാഹകർ. ലോഹാന, ഭാനുശാലി തുടങ്ങിയ അതൊക്കെ ഉത്തരേന്ത്യയിലത്തെ ജാതികളാണെങ്കിൽ കേരളത്തിൽ ചില മുസ്ലിം നായർ സമുദായങ്ങളിലും ഈ തലാസീമിയയുടെ തോത് വളരെയധികം കൂടിയതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. തലാസീമിയ എന്നത് രക്തത്തെ ബാധിക്കുന്ന ഒരു പാരമ്പര്യ ജനിതക രോഗമാണ്. ലളിതമായി പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ ഹീമോഗ്ലോബിൻ ആവശ്യത്തിന് ഉണ്ടാക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ് ഈ സംഭവം. ഈ അവസ്ഥ ഉണ്ടാക്കുന്നതോ മ്യൂട്ടേഷൻ വന്ന ജീനുകളാണ് ഈ അവസ്ഥ ഉണ്ടാക്കുന്നത്. ഉദാഹരണമായിട്ട് അച്ഛനും അമ്മയ്ക്കും ഈ തലാസീമിയയുടെ ജീൻ വേരിയൻ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ജീനുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവരിൽ ആ രോഗമൊന്നും ഉണ്ടാവില്ല. കാരണം അവരതിൻ്റെ എന്താ പറയുക, അവരെ വിളിക്കുക, അങ്ങനെയുള്ള ജീൻ വേരിയൻ്റ് ഉള്ള ആളുകളെ വിളിക്കുക രോഗികളെന്നല്ല. കാരണം രോഗം അവർക്ക് പ്രകടമാവില്ല. അവർ ഒരു കേരിയർ മാത്രമാണ്. അവരെ നമ്മൾ വാഹകർ എന്നാണ് പറയുക. പക്ഷേ അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി, രണ്ടുപേർക്കും ഈ രണ്ടുപേരും ഇതുപോലെ വാഹകരാണെങ്കിൽ അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് തലാസീമിയ മേജർ എന്ന രോഗം വരാൻ സാധ്യതയുണ്ട്. ആ കുട്ടികളിൽ 25% പേർക്ക് അത് വരാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെയാണ് ഈ കുട്ടികൾ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം, വളരെ വേഗം മനസ്സിലാക്കാൻ പറ്റും. അതിന് നമ്മളാകെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു കോശത്തിൽ ആകെ 23 ജോഡി ക്രോമസോമുകളുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഓരോ ജോഡിയിലും ഒരെണ്ണം അച്ഛനിൽ നിന്നും ഒരെണ്ണം അമ്മയിൽ നിന്നും കിട്ടിയതാണ്. ഈ ഓരോ ക്രോമസോമിലും ആയിരക്കണക്കിന് ജീനുകളുള്ളത് കൊണ്ട് സ്വാഭാവികമായും ഓരോ ജീനിൻ്റെയും 2 കോപ്പികൾ കുട്ടിക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇതെങ്ങനെയാണ് ആ കുട്ടികളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. മാതാപിതാക്കളിൽ നമ്മൾ അച്ഛനെടുക്കുക. അച്ഛന് ഒരു നോർമൽ ജീനുണ്ട്, ഒരു ഡിഫക്റ്റീവ് ജീനുണ്ട്, അതൊരു കേടുള്ള ജീനുള്ള ആളാണെന്ന് വിചാരിക്കുക. അതുപോലെ അമ്മയും അതുപോലെ തന്നെ ഒരു കേടുള്ള ജീനും ഒരു നല്ല നോർമൽ ആയ ജീനുള്ള ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 പേർക്കും കൂടി ഒരു നോർമൽ ഒരു കേട് അച്ഛന്, ഒരു നോർമൽ ഒരു കേട് അമ്മയ്ക്ക്, അങ്ങനെ മൊത്തം 4. ഈ കുട്ടിക്ക് 4 കൊടുക്കാറില്ല, 4ൽ നിന്ന് 2 അവർക്ക് കിട്ടുക. അപ്പോൾ ഈ 4 രീതിയിലുള്ള 4 ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് കുട്ടിക്ക് 2 കൊടുക്കുക? അതിന് എത്ര ചാൻസ് ഉണ്ട്? 4 ചാൻസ് ഉണ്ട്. നമ്മൾ ഈ പെർമുഡേഷൻ കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ 4 സാധ്യതയാണത്. ഒരു സാധ്യത എന്ന് പറയുന്നത് അമ്മയുടെ ഒരു നോർമലും അച്ഛൻ്റെ ഒരു നോർമലും കുട്ടിക്ക് കിട്ടാം. അപ്പോൾ ഒരു കുഴപ്പമില്ല, കുട്ടിക്ക് എന്താ പറയുക, കുട്ടി വാഹകൻ പോലുമല്ല, കുട്ടിക്ക് ഒരു രോഗം വരില്ല. എന്നാൽ രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ അച്ഛനിൽ നിന്ന് ഒരു നോർമലും അമ്മയിൽ നിന്ന് ഒരു കേടുള്ളതും കിട്ടാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കേട് വരുന്നതോടുകൂടി ആ കുട്ടി രോഗത്തിൻ്റെ വാഹക അല്ലെങ്കിൽ വാഹകൻ ആയി, പക്ഷേ രോഗം വരണമെന്നില്ല. മറ്റൊരു സാധ്യതയുള്ളത് ഇപ്പോൾ ഇതേപോലെ തന്നെ അച്ഛൻ്റെ അമ്മയിൽ നിന്ന് ഒരു കേടുള്ളതും അച്ഛനിൽ നിന്ന് ഒരു നല്ല ജീനും കിട്ടുന്നു. അപ്പോഴും കുട്ടിക്ക് പ്രശ്നമില്ല. കാരണം കുട്ടി അമ്മയെ പോലെയോ അച്ഛനെ പോലെയോ വാഹക ആയി അല്ലെങ്കിൽ വാഹകൻ ആയി എന്ന് മാത്രമേ ഉള്ളൂ, രോഗമൊന്നും വരില്ല. പക്ഷെ 4ാമത്തെ സാധ്യത വളരെ അപകടം പിടിച്ച സാധ്യതയാണ്. അമ്മയുടെ കേടുള്ള ജീനും അച്ഛൻ്റെ കേടുള്ള ജീനും ഒരുമിച്ച് കുട്ടിക്ക് കിട്ടുന്നു. എന്തായിരിക്കും സ്ഥിതി? രോഗിയാകാനുള്ള സാധ്യത കൂടി. കുഞ്ഞ് രക്ഷപ്പെട്ടാൽ പോലും റെഗുലർ ചികിത്സ ആവശ്യമായി വന്നേക്കാവുന്ന ഒരു രോഗമായി അത് മാറുകയാണ്. ചുരുക്കി പറഞ്ഞാൽ 100 കുട്ടികൾ, അതായത് അടുത്ത ബന്ധുക്കളിൽ നിന്ന് കല്യാണം കഴിച്ച 100 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഓരോ കുഞ്ഞിനും രോഗം വരാനുള്ള സാധ്യത 25%. ആ കുട്ടികൾ ഈ രോഗം വഹിച്ചുകൊണ്ട്, അതായത് അവർക്ക് പ്രകടമാകാതെ തന്നെ കേരിയറായി നടക്കാനുള്ള സാധ്യത 50%. 25% കുട്ടികൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ കാര്യം ഇന്ന് വിവരമുള്ള എല്ലാ ആളുകൾക്കും അറിയാം, എല്ലാ ജാതികൾക്കും അറിയാം. വിവരമുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് അവർ വിവാഹത്തിന് മുമ്പ് കേരിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് പോയി നടത്തും.
അപ്പോൾ ടെസ്റ്റിൽ അവർക്ക് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആൺകുട്ടി പോയിട്ട് ഒരു പെൺകുട്ടീനെ ടെസ്റ്റ് ചെയ്യുന്നു, പെൺകുട്ടി പോയിട്ട് ആൺകുട്ടീനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇരുവർക്കും ഈ സംഭവം ഉണ്ടെന്ന് വെച്ചാൽ കല്യാണം കഴിക്കില്ല. പക്ഷേ എത്ര വിവരം ഉണ്ടായാലും ആ ജാതിയിൽ തന്നെ ഇങ്ങനെ ഇല്ലാത്ത കുട്ടീനെ മാത്രമാണ് അവർ കല്യാണം കഴിക്കുള്ളൂ. അല്ലാണ്ട് ജാതി മാറി കെട്ടുന്ന പരിപാടി ഇന്ത്യയിൽ നമ്മൾ ഒരിക്കലും നോർമൽ കേസുകളിൽ കാണുന്നില്ല. ഇത് മാത്രമല്ല, അഗർവാൾ സമൂഹത്തിലുള്ള ജനിതക രോഗം വേറെയുമുണ്ട്. അത് ഒരു ഡിസ്റ്റൽ ആർത്രോഗ്രൈപ്പോസിസ് എന്നൊരു രോഗമുണ്ട്. അതായത് കൈകാലുകളിലെ സന്ധികളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അതും ഒരു ജീൻ മ്യൂട്ടേഷൻ മൂലം വരുന്നതാണ്. അത് YMYBPC3 അതാണ് ജീനിൻ്റെ പേര്. അതുപോലെ ഹൃദ്രോഗ സാധ്യത, ഇതും ഈ സമൂഹത്തിൽ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ജനിതക വൈകല്യം ആണ് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത് കടന്നാൽ, ഇന്ത്യയിലെ കാര്യങ്ങൾ നമ്മൾ മുഴുവൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല, പക്ഷേ ഒന്ന് പുറത്ത് കിടക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് പറയാം, ഫൗണ്ടർ ഇഫക്റ്റിൻ്റെ ആശാന്മാർ എന്ന് പറയാവുന്ന ജൂതന്മാരെ പറ്റി നമുക്ക് പറയാം. എഷ്കനാസി ജൂസ് ജൂതന്മാരിലൊരു പ്രത്യേക ഒരു ഫൗണ്ടർ വിഭാഗമാണ്, അല്ല ഈ ഫൗണ്ടർ എഫക്റ്റുള്ള വിഭാഗമാണ്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഫൗണ്ടർ എഫക്റ്റിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഉദാഹരണം എന്ന് തന്നെ നമ്മൾ പറയണം. ഇന്ത്യക്കാരൊക്കെ ജാതി ഉണ്ടാക്കിയത് 2000 വർഷം മുമ്പാണെങ്കിൽ ഇവന്മാരൊക്കെ ഏകദേശം നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ ഈ വഴിയിലൂടെ സഞ്ചരിച്ചവരാണ്. ഇവരുടെ വംശീയ പരമ്പര എന്ന് പറയുന്നത് ഇസ്രായേലിൽ നിന്ന് വന്നുള്ള ടീമാണ്. ഇവർ ജർമ്മനിലേക്ക് അവിടെ നിന്ന് കുടിയേറി, പിന്നെ കിഴക്കൻ യൂറോപ്പ്, പോളണ്ട് അവിടെയൊക്കെ പരന്നു. ഒരു കാലത്ത് ജർമ്മനി പോലും അറിയപ്പെട്ടിരുന്നത് ഇവരുടെ പേരിലാണ്. അപ്പോൾ ഇവരുടെ ഭാഷയും പ്രത്യേകതയുണ്ട്. യിദ്ദിഷ് എന്നൊരു ഭാഷയാണ്. അതുപോലെ വ്യത്യസ്ത ആചാരങ്ങൾ, പ്രത്യേക ഭക്ഷണം, പ്രത്യേക സംഗീതം, എങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കാമോ അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് ജീവിച്ചവരാണ് അവർ. യൂറോപ്പിൽ സെറ്റിൽ ചെയ്ത ഇവർ അതേ സമൂഹത്തിൽ നിന്ന് തന്നെ, ആ ചെറിയ സമൂഹത്തിൽ നിന്ന് തന്നെ വിവാഹം ചെയ്തു രക്തശുദ്ധിക്ക് വേണ്ടി. ഫലം എന്താണ്? ചില ജനറ്റിക് രോഗങ്ങൾ അവരിൽ കൂടുതലായി ഇന്ന് കാണപ്പെടുന്നു. ടേസാക്സ് എന്നാൽ ഒരേ വംശ പരമ്പരയിലോ കിട്ടുന്ന ഒരു നാഡീ രോഗമാണ്. ബ്രെയിനിലെ പ്രവർത്തനങ്ങളാണ് ഈ രോഗം ബാധിക്കുന്നത്. തലച്ചോറിൽ കൊഴുപ്പ് പോലുള്ള പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടും, നാഡീകോശങ്ങൾ നശിക്കും. കുട്ടികൾ ജനിച്ച് 3-6 മാസം ഒരു വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നും. പക്ഷേ പിന്നീട് കാഴ്ച കുറയും, കേൾവി കുറയും, ചലനശേഷി നഷ്ടപ്പെടും, ഫിറ്റ്സ് വരും. കാലക്രമേണ വഷളാവും എന്ന് മാത്രമല്ല, സാധാരണ 4-5 വയസ്സാകുമ്പോഴേക്കും കുട്ടി മരിച്ചു പോകും. ഇപ്പോൾ പോലും ഈ രോഗത്തിന് പൂർണ്ണ ചികിത്സയില്ല. ചിലർ സപ്പോർട്ടീവ് മെഡിസിൻ കൊടുത്തിട്ട് കുട്ടികളെ നിലനിർത്തി കൊണ്ടുപോകുന്നവരുണ്ട്. എന്താണ് ഇതും കല്യാണവും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ, കല്യാണം കഴിക്കുന്നവരിൽ ഈ മ്യൂട്ടേഷൻ വന്ന ജീനുകൾ ഉണ്ടായിരിക്കും. ഈ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അത് ചിലരിൽ രോഗമാവാതെ തുടരും. അവരെ നമ്മൾ കാരിയർമാരെന്ന് വിളിക്കും. ഈ കാരിയർമാർ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ കുട്ടിക്ക് കൂടുതൽ രോഗം വരാനുള്ള സാധ്യതയാകുന്നു. അപ്പോൾ ഒരാളിൽ നിന്ന് മാത്രം കിട്ടിയോണ്ട് കുഴപ്പമില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതായത് അച്ഛന് ഈ കാരിയറാണ്, അമ്മ കാരിയറാണ്, കുട്ടിക്ക് ഒരാളിൽ നിന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് വെച്ചാൽ കാര്യമില്ല, രോഗമൊന്നും വരില്ല. 2 പേരിൽ നിന്നും കിട്ടിയാൽ മാത്രമേ രോഗം വരുള്ളൂ. ഇതിൽ ജെനറ്റിക്സിൽ ഇതിൽ പറയുന്ന പേര് തന്നെ ഈ റിസസീവ് രോഗങ്ങൾ എന്നാണ്. ഈ രീതിയിലുള്ള ജനിതക മാറ്റത്തെ ജീനുകളുടെ കോപ്പി എടുക്കുന്നതിന് പറയുക റിസസീവ് പാറ്റേൺ എന്നാണ് പറയുക. എന്നാൽ ഇതിന് വിപരീതമായ ഒരു പാറ്റേൺ കൂടിയുണ്ട്. അതിനെ നമ്മൾ ഡൊമിനൻ്റ് പാറ്റേൺ എന്നാണ് പറയുക. അതിൽ കുട്ടിക്ക് അച്ഛൻ്റെയോ അമ്മയുടെയും കയ്യിൽ നിന്ന് ജീനുകൾ ഡിഫക്റ്റീവ് ജീൻ കിട്ടണമെന്ന ഒരു നിർബന്ധവുമില്ല. ഒരാളിൽ നിന്ന് ഡിഫക്റ്റായ ജീൻ കിട്ടിയാൽ രോഗസാധ്യത കൂടും. അതിലൊന്നാണ് BRCA1 എന്ന ജീൻ. ഇത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു ജീനാണ്. കാരണം ഇവനാണ് സപ്രസർ ജീൻ. അതായത് ട്യൂമറുകളെ, ക്യാൻസറുകളൊക്കെ തടയുന്നൊരു ജീനായിട്ടാണ് ഇവൻ വിശേഷിപ്പിക്കപ്പെടുന്നത്. അവൻ്റെ പ്രധാന പരിപാടി എന്ന് വെച്ചാൽ DNA ഈ കോപ്പി എടുക്കുമ്പോൾ വരുന്ന കേടുപാടുകൾ ശരിയാക്കുന്നത് ഈ ജീനാണ്. അതുപോലെ കോശങ്ങൾ നിയന്ത്രണം വിട്ട് വളരാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ ഇടപെടുന്ന ആളും ഇയാളാണ്. ഡാമേജായ കോശങ്ങളെ നിയന്ത്രിക്കുന്നതും ഈ ജീൻ തന്നെയാണ്. ചുരുക്കത്തിൽ ഇവനൊരു മെക്കാനിക്കാണ്. അപ്പോൾ ഈ BRCA1 എന്ന് പറഞ്ഞ ജീനിൽ തന്നെ മ്യൂട്ടേഷൻ വന്നാൽ എന്താവും ഗതി? മെക്കാനിക്കിന് തന്നെ അസുഖം വന്നാൽ പിന്നെ ആരാണ് ചികിത്സിക്കാനുണ്ടാവുക എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും. DNA റിപ്പയർ മര്യാദയ്ക്ക് നടക്കാതെ വരും, കേടുപാടുകൾ കൂടിക്കൂടി വരും. അതിൻ്റെ ഫലമായി കോശങ്ങൾ നിയന്ത്രണം വിട്ട് വളരാൻ തുടങ്ങും.
ഇതിനാണ് നമ്മൾ ക്യാൻസർ എന്ന് വിളിക്കുന്നത്. പ്രത്യേകിച്ച് സ്ഥാനാർബുദം, അതുപോലെ ഓവറിയൻ ക്യാൻസർ, അതാണ് ഈ ജീനിൻ്റെ പ്രശ്നം കൊണ്ട് വരാൻ സാധ്യതയുള്ളത്. ഈ കേസിൽ കേടായ ജീൻ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കുട്ടിക്ക് ഒരുമിച്ച് കിട്ടേണ്ട കാര്യമേ ഇല്ല. ഒരാളിൽ നിന്ന് കിട്ടിയാൽ തന്നെ കുട്ടിക്ക് വരാനുള്ള സാധ്യത കൂടി. അപ്പോൾ റിസസീവ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ, റിസസീവ് രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും രോഗം ജീനുകൾ കേടായത് കിട്ടിയാൽ, ഡിഫക്റ്റായ ജീനുകൾ കിട്ടിയാൽ മാത്രമേ ഉണ്ടാകൂ എന്നാണെങ്കിൽ, ഡോമിനൻ്റ് പാറ്റേണിൽ, അതായത് ഡോമിനൻ്റ് രോഗങ്ങൾ എന്ന് പറയുന്നത് അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ഒരാളിൽ നിന്ന് കിട്ടിയാൽ മതി. ഇതുപോലെ തന്നെ BRCA2 എന്ന് പറഞ്ഞ ജീനുണ്ട്. അതിൽ മ്യൂട്ടേഷൻ ഉണ്ടായാലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ സ്ഥാനാർബുദം ഉണ്ടാവും, ഓവേറിയൻ ക്യാൻസർ ഉണ്ടാവും, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവും, പാൻക്രിയാറ്റിക് ക്യാൻസർ, ഇങ്ങനെ പല ക്യാൻസറുകളും ഇതുമൂലം ഉണ്ടാകുമെന്ന് നമുക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ ക്യാൻസറുകൾക്ക് സ്വജാതി വിവാഹവുമായി വളരെ ആഴത്തിലുള്ള ബന്ധമാണുള്ളത്. ഒരു കുടുംബത്തിലോ ചെറിയ ഫൗണ്ടേഷൻ പോപ്പുലേഷനിലോ ഈ മ്യൂട്ടേഷൻ ഉണ്ടായാൽ ആ ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നവർ പരിമിതമാണല്ലോ. ആ വിവാഹം കഴിക്കുന്ന ആളുകളിലേക്കൊക്കെ, കുട്ടികൾക്കൊക്കെ ഈ ക്യാൻസർ അല്ലെങ്കിൽ ഇതുപോലുള്ള ഡിഫക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പരിശോധിക്കേണ്ടത് കേരളത്തിൽ ഇത് ഏത് ജാതികളിലൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത് എന്നുള്ളതാണ്. വാര്യർ സമുദായത്തിൻ്റെ ഉള്ളിൽ SMA എന്ന ജനിതക രോഗം, സ്പൈനൽ മസ്കുലർ ആൻട്രോപ്പി, ആ ജനിതക രോഗത്തിൻ്റെ തോത് വളരെ കൂടുതലായി കാണപ്പെടുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കുട്ടികളിലെ പേശിബലം കുറയുന്നൊരവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ആ സമുദായത്തിൽ അതങ്ങനെ വരാൻ കാരണം? അതൊരു ചെറിയ ഫൗണ്ടർ ഗ്രൂപ്പിൽ നിന്ന് വളർന്നു വന്ന് പിന്നെ ജാതിക്കുള്ളിൽ നിന്ന് മാത്രം കല്യാണം കഴിക്കാൻ ശീലിച്ച ഒരു സമൂഹമാണ്. അതുകൊണ്ട് വന്ന ജനിതക രോഗമാണിത് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ മലബാർ ഭാഗത്ത് ചില മുസ്ലിം കുടുംബങ്ങളെ പറ്റിയും ഇതേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് അവിടെ അടുത്ത ബന്ധുക്കൾ തമ്മിൽ മാത്രം വിവാഹം കഴിക്കുന്ന കുറച്ച് മുസ്ലിം കുടുംബങ്ങളുണ്ട്. ഇവർക്ക് തലാസീമിയ, അതുപോലെ അരിവാൾ രോഗം എന്ന് നമ്മൾ വിളിക്കുന്ന സിക്കിൾ സെൽ അനീമിക, ഇതൊക്കെ, അതുപോലെ ചില മെറ്റബോളിക് രോഗങ്ങളൊക്കെ അവർ കണ്ടെത്തിയതിൻ്റെ കാരണം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ, കോഴിക്കോട് ജനിതക വിഭാഗത്തിൽ വരുന്ന കേസുകളിൽ വലിയൊരു ശതമാനവും ബന്ധുത്വ വിവാഹങ്ങളിൽ നിന്ന് വരുന്നതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്പൂതിരി സമുദായം, അത് കേരളത്തിലെ ചരിത്രപരമായി തന്നെ വളരെ ചെറിയ ഒരു ജനസംഖ്യയാണ്. പുറത്തുനിന്നുള്ള ജനിതക മിശ്രണം പരമാവധി ഒഴിവാക്കിയതിൻ്റെ മൂലം അവരിലും കാഴ്ച വൈകല്യങ്ങൾ അല്ലെങ്കിൽ നാഡീരോഗങ്ങൾ കണ്ടുവരുന്നതായിട്ട് നമ്മളുടെ പഠനങ്ങൾ പറയുന്നുണ്ട്. നായർ സമുദായത്തിൻ്റെ ഉള്ളിലും ഇതേ പ്രശ്നങ്ങളുണ്ട്. അതേ തലാസീമിയയുടെ കേരിയർമാരായ ഒരുപാട് പേരുണ്ട്. പഴയ കാലത്ത് മരുമക്കത്തായം ഉള്ള സമയത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് വീണ്ടും സമൂഹം മറ്റൊരു രീതിയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അതിൻ്റെ പേരിൽ ഈ ജനിതകമായ വൈവിധ്യത്തെ നിലനിർത്താൻ കഴിയാതെ വരികയുണ്ടായി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു പരിഹാരം നമ്മൾ എങ്ങനെയാണ് കാണുക എന്ന് പറഞ്ഞാൽ, മരുന്ന് കഴിക്കാത്ത ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ മിശ്രവിവാഹമാണ്. ജാതിക്കുള്ളിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കണം എന്നുള്ളത് ഒരു സാമൂഹികമായ നുണയാണ്. അപ്പോൾ നമ്മൾ ഈ നുണ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജനിതക ശാസ്ത്രം ഈ നുണയ്ക്ക് കൂട്ടുനിൽക്കുന്നില്ല. അപ്പോൾ ബയോളജിക്കൽ ആയി മാത്രമേ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ പ്രധാനമാണ് ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി. ഇനിയിപ്പോൾ അബദ്ധത്തിൽ ജാതി തിരിച്ചേ കല്യാണം കഴിക്കാൻ കഴിയൂ, ജാതിക്കുള്ളിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാനുള്ള രക്ഷയുള്ളൂ എന്ന് വെച്ചാൽ ലാബ് ടെസ്റ്റിംഗ് ചെയ്യണം. വളരെ ലളിതമായ കാരിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റിലൂടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദോഷകരമായ ജീനുകളുണ്ടോ എന്ന് കണ്ടെത്തി വിവാഹം തന്നെ വേണ്ടെന്ന് വെക്കാം. അപ്പോൾ പിന്നെ കുട്ടികളത് സഹിക്കേണ്ടല്ലോ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു മാറ്റത്തിൻ്റെ കാലമാണ് എന്ന് തോന്നുന്നത്. അതായത് ഇൻ്റർകാസ്റ്റ് മാരേജുകൾ ഇവിടെ സർവ്വസാധാരണമായി മാറുന്ന ഒരു അനുഭവമാണ് നമുക്കുള്ളത്. കൃത്യമായ പഠനം ഇവിടെ നടന്നിട്ടില്ല. കാരണം അത് പഠനം നടക്കണമെങ്കിൽ നമുക്ക് സെൻസസ് നടന്നിട്ടില്ല. അപ്പോൾ വരും തലമുറയുടെ ജനിതക ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പരമാവധി പ്രേമിക്കുക, പക്ഷേ ജാതി മതം നോക്കാതെ പ്രേമിക്കണം. അപ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന പുതിയ തലമുറയ്ക്ക് ജനിതക രോഗങ്ങളും മറ്റൊരു പ്രശ്നവും ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയില്ല. ഇതിന് മരുന്നൊന്നും വേണ്ടാത്ത ഒരു ചികിത്സയാണ്. പിന്നെ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കാർന്നവന്മാരെ നമുക്ക് പിണക്കേണ്ടി വരും എന്നുള്ളതാണ്.
കല്യാണമൊക്കെ കഴിഞ്ഞ് ആരോഗ്യവാനായ ഒരു കുഞ്ഞുമായി കയറി ചെന്നാൽ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതുവരെയുള്ള ഭൂരിപക്ഷത്തിൻ്റെ അനുഭവം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.